പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോയുമായി വരുന്നത്. ബേക്കറിയിലൊക്കെ കിട്ടുന്നത് പോലെ ഒരു മുട്ട പപ്സ് നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഈ സമയം നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുക്കാം. സ്റ്റൗവിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നന്നായി വഴറ്റുക. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തതിന് ശേഷം സവാള നന്നായി വഴറ്റിയെടുക്കുക. സവാള നല്ലതായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല പൊടി ഇട്ട് നന്നായി ഇളക്കിയെടുക്കുക. മസാല റെഡിയായി വരുമ്പോഴത്തേക്കും ഞാൻ മറ്റൊരു പാത്രത്തിൽ എഗ്ഗ് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് പരത്തിയെടുക്കാം. ഈ ഷീറ്റിലേക്ക് നല്ലതുപോലെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഒന്നുകൂടി പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം വീണ്ടും ബട്ടർ നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഇതൊരു പ്ലാസ്റ്റിക് കവറിൽ നല്ലതുപോലെ കവർ ചെയ്ത് ഒരു 25 മിനിറ്റ് ഫ്രീസറിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മാവ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വീണ്ടും പരത്തിയെടുക്കാം. അതിനുശേഷം അതിൻ്റെ ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. പപ്സ് എല്ലാം ഷേപ്പിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. ഇനി ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് വയ്ക്കാം. ഡിഗ്രിയിൽ 25 മിനിറ്റ് ആണ് ഓവൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മുട്ട പപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം.